AR3 വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ളതുമായ വെജിറ്റബിൾസ് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങളെ ഇഷ്ടാനുസരണം എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഉപ്പും കുരുമുളകും ഒന്നും ഇട്ടിട്ടില്ല. ആവശ്യമാണെങ്കിൽ ഇപ്പോഴേ മുട്ടയിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുട്ട മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീഡിയോ ആയിട്ട് വരുന്നത്. കുറച്ച് നാളുകളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സവാളയിലേക്ക് കുറച്ച് ക്യാരറ്റ് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ചില്ലി സോസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ നോക്കിയിട്ടിടണം. അതിൻ്റെ അകത്ത് ഉപ്പുണ്ടാവും. അപ്പോൾ ഇനി ഇതിൽ ചേർത്തത് ക്യാപ്സിക്കം. ഇനി അടുത്തതായിട്ട് കുറച്ച് സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് അതാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് വിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പും പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഓനിയൻ സ്പ്രിംഗ് ആണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.